What if I told you the first cars were neither petrol nor diesel? Hello YouTube, this is Dimitri and welcome to the channel. ലോകത്തിലെ ആദ്യത്തെ കാർ എന്ന് പറയുന്നത് പെട്രോളും അല്ലായിരുന്നു ഡീസലും അല്ലായിരുന്നു. ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത് സ്റ്റീം എൻജിൻ പവർഡ് കാർസ് ആയിരുന്നു. ഓക്കെ, ബട്ട് അതിന് മാസ് പോപ്പുലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതിനുശേഷം കുറച്ച് ആൾക്കാർ അധികം വാങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ മാസമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങിയ കാറുകൾ എന്ന് പറയുന്നത് 1830s ഇലക്ട്രിക് കാർസ് ആയിരുന്നു. ഈ പറയുന്ന ഇലക്ട്രിക് കാർസിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള ടെക്നോളജിയോ അല്ലെങ്കിൽ ബാറ്ററിയോ എന്തിനോ ഏറെ പറയുന്നു, റീചാർജബിൾ ബാറ്ററി പോലും അല്ലായിരുന്നു. യൂസ് ആൻഡ് ത്രോ ടൈപ്പ് ബാറ്ററീസ് ആയിരുന്നു. അണ്ടിൽ 1900s ഈ പറഞ്ഞ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി പോലും ഇല്ലാത്ത യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ബാറ്ററി ഉള്ള കാറുകളായിരുന്നു ഫേമസ്, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ വാങ്ങിയിരുന്നത്. ഇൻ 1885 ആദ്യത്തെ പെട്രോൾ കാർ വിപണിയിലേക്ക് വരുന്നത്. അന്ന് പക്ഷേ അതിനത്ര സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന് ഇ വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോയ്സ് കൂടുതലായിരുന്നു, പൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ കണക്കൊക്കെ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, 1885 എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ കാറിലുള്ള സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ ഉണ്ടല്ലോ, അതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് മെക്കാനിക്കലി കാറിൻ്റെ ഫ്രണ്ടിൽ പോയി ഹാൻഡ് വൈൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു. അത് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിരുന്നു ആൾക്കാർക്ക്. അതൊക്കെ കൊണ്ട് തന്നെ നിയർലി അണ്ടിൽ 1900s 1900 വരെയും ഈ പറഞ്ഞ ഇലക്ട്രിക് കാർസ് ആയിരുന്നു ആൾക്കാർക്ക് ജനപ്രിയമെന്ന് പറയേണ്ടത്. പിന്നെ പോകെ 1908 ഹെൻറി ഫോർഡ് പെട്രോൾ കാർസിൻ്റെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങി. അന്ന് വരെ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ചായിരുന്നു അത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, പെട്രോൾ കാർസിന് ജനശ്രദ്ധ നേടാൻ, അല്ലെങ്കിൽ ജനപ്രിയം ആയിട്ട് വരാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത്, ഏർലി 1900s നമ്മുടെ US-ലും അതേപോലെ മിഡിൽ ഈസ്റ്റിലും പെട്രോൾ ശേഖരം കണ്ടെത്തി. പെട്രോൾ കാർസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് EVക്ക് അന്നുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ തന്നെയായിരുന്നു. അതായത് റേഞ്ച് ഇഷ്യൂ. റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഷോർട്ടറായിരുന്നു. റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയായിരുന്നു. അത് ആൾക്കാർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് അല്ലായിരുന്നു ഈ പെട്രോൾ കാർസ് വന്നപ്പോഴത്തേക്ക്. ഇപ്പോഴത്തെ EVs എന്ന് പറയുമ്പോഴത്തേക്ക് EV കാർസ് എന്ന് പറയുകയാണെങ്കിൽ 200, 400 അല്ലെങ്കിൽ 400+ റേഞ്ച് തരുന്ന EV കാർസ് ഒരുപാടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു 10-1 പോലും റേഞ്ച് ഉണ്ടായിരുന്നിട്ടില്ല. അതൊരു വലിയ കൺസേൺ ആയിരുന്നു. ആൾക്കാർക്ക് പെട്രോൾ കാർസിനോട് ഉള്ള ഒരു ഇഷ്ടം കൂടാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 1912 സെൽഫ് സ്റ്റാർട്ട് മോട്ടോഴ്സ് കണ്ടുപിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, പെട്രോൾ കാർസിന് അന്നുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ക്രാങ്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടോഴ്സ് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈസിയായി വണ്ടി ഉപയോഗിക്കാമെന്നുള്ളത്. അത് ഈ പെട്രോൾ കാർസിൻ്റെ ആൾക്കാർക്കുള്ള ഇഷ്ടം കൂട്ടാനൊരു കാരണമായി. അങ്ങനെ 1930 EV അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതിനുശേഷം ഒരുപാട് നാൾ യാതൊരു തരത്തിലുള്ള, ഏകദേശം 100 വർഷത്തോളം യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ കടന്നുപോയി. അവസാനം 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇലോൺ മസ്ക് ടെസ്ല എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അതുവഴി ടെസ്ല റോഡ്സ്റ്റർ എന്നുള്ള ഒരു കാറ് മൂലം വീണ്ടും ഇലക്ട്രിക് കാർസിന് പുതുജന്മം നൽകുകയും ചെയ്തു. ടെസ്ലയും റോഡ്സ്റ്റർ എന്ന് പറയുന്ന വണ്ടിയും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു EV വെഹിക്കിൾസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ വിച്ച് ഈസ് ബെറ്റർ, EV ഓർ പെട്രോൾ? അതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ വീഡിയോയിൽ, ഇങ്ങനൊരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. നമുക്ക് ആ ഒരു ടോപ്പിക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇലക്ട്രിക് കാർസ് 100 വർഷത്തോളം റോഡിലില്ലാഞ്ഞത് ഒരു ഫ്ലോപ്പ് ആയതുകൊണ്ടല്ല. പകരം എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, EVs വേർ വെയിറ്റിംഗ്. ഓക്കെ, ബാറ്ററി ടെക്നോളജി ഇമ്പ്രൂവ് ആവാനായിട്ടും ബാക്കിയുള്ള ടെക്നോളജിക്കലി എങ്ങനെ നോക്കിയാലും ടെക്നോളജി ഇമ്പ്രൂവ് ആവാനായിട്ട് EVs വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആൻഡ് നൗ ദേ ഹാവ് റിട്ടേൺ. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഡ്യൂഡ്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.